നിയന്ത്രണ ചട്ടം അനുസരിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനമുത്തശ്ശി നന്ദിനി ചെരിഞ്ഞു. വാതരോഗം മൂർച്ഛിച്ച് തളർന്നു വീണ് 1 മാസത്തിലധികമായി കിടപ്പിലായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചാലക്കുടി കോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സംഭവം നടന്ന 58ാം ദിവസമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചത്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന ഞായർ ആചരിക്കും. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ദേശീയപാത വാണിയംപാറയിൽ പിക്കപ്പ് വാൻ പാഞ്ഞുകയറി കാൽനട യാത്രക്കാർക്ക് ദാരുണാന്ത്യം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ പെട്ടി ഓട്ടോറിക്ഷയിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതമായി നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്ത് തിരുവമ്പാടി സ്വദേശി വെങ്കിടാചലം നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. തൃശൂർ പൂരം വെടിക്കെട്ട് തടയണമെന്നാവശ്യപ്പെട്ടാണ് വെങ്കിടാചലം ഹർജി നൽകിയത്. മെയ് 6-നാണ് തൃശൂർ പൂരം. വെടിക്കെട്ട് പുരയും ഫയർ ലൈനും തമ്മിൽ 200 മീറ്റർ അകലം വേണമെന്നാണ് കേന്ദ്ര നിയമം. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനമുത്തശ്ശി നന്ദിനി ചെരിഞ്ഞു. പാദരോഗം മൂർച്ഛിച്ച് തളർന്നു വീണ് 1 മാസത്തിലധികമായി കിടപ്പിലായിരുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:45 ഗജമുത്തശ്ശിയുടെ അന്ത്യം. ദേവസ്വം 1960 ജനനത്തീയതി രേഖപ്പെടുത്തിയത് പ്രകാരം 65 വയസ്സാണ് കണക്കാക്കുന്നത്. 4ാമത്തെ വയസ്സിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തപ്പെട്ടത്. 1964 മെയ് 9 നിലമ്പൂർ സ്വദേശി പള്ളിയാലിൽ നാരായണൻ നായരാണ് നന്ദിനിയെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. ആനത്താവളം നിലവിൽ വരുന്ന സമയത്ത് കൊണ്ടുവന്ന 22 ആനകളിൽ നന്ദിനിയും ഉണ്ടായിരുന്നു. കുട്ടിപ്രായം മുതലേ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്നുവന്നിരുന്ന പള്ളിവേട്ട 6-8 ദിവസങ്ങളിൽ തിടമ്പേറ്റിയിരുന്നത് നന്ദിനിയായിരുന്നു. പരിസര പ്രദേശങ്ങളിലെ അർദ്ധനാരീശ്വര ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പുകളിലും സജീവമായിരുന്നു. പാദരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 3 വർഷമായി നന്ദിനി ആനത്താവളം വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. പാദരോഗത്തെ പ്രതിരോധിക്കാനായി 4 വർഷം മുമ്പ് കെട്ടുന്തറയിൽ റബ്ബർ മെത്ത വിരിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള 6-8 ദിവസമായ മാർച്ച് 19-നായിരുന്നു നന്ദിനി തളർന്നു വീണത്. തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചികിത്സ നൽകി വരികയായിരുന്നു. പലതവണ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ആഴ്ചകളായി തീറ്റ എടുത്തിരുന്നില്ല. നന്ദിനിയുടെ വിയോഗവാർത്തയറിഞ്ഞ് ആരാധകർ ഒഴുകിയെത്തി. ഗുരുവായൂരപ്പന് ചാർത്തിയ മഞ്ഞപ്പട്ട് പുതപ്പിച്ച ശേഷം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് പുഷ്പചക്രം സമർപ്പിച്ചു. ജഡം ലോറിയിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഞായറാഴ്ച രാവിലെ കോടനാട് വനത്തിൽ സംസ്കരിക്കും. നന്ദിനിയുടെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 37 കുറഞ്ഞു. TC വിനോസ്, ഗുരുവായൂർ. തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂനപക്ഷ വേട്ടയെ അനുകൂലിക്കുന്ന സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മാർച്ച് KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വൈശാഖ് നാരായണസ്വാമി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് സുമേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ജാതിയോ മതമോ നോക്കാതെ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് തികഞ്ഞ അസഹിഷ്ണുതയാണ് കോൺഗ്രസിനുള്ളതെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. ഒരു മതവിഭാഗത്തോടും അദ്ദേഹം മുഖം തിരിച്ചു നിന്നിട്ടില്ല. അവരെയെല്ലാം ചേർത്ത് നിർത്തുന്ന മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അതറിയാവുന്നതുകൊണ്ടാണ് നല്ല ശതമാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്തതും ആ യാഥാർത്ഥ്യത്തെ ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് തമസ്കരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു.
ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് 15 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കിയ കുറ്റപത്രം ചാലക്കുടി JFCM കോടതിയിലാണ് സമർപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കിയ ശേഷം ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി 15 ലക്ഷം രൂപ കവർന്നത്. സംഭവം നടന്ന 3-ാം ദിവസമാണ് പ്രതിയെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത്. പ്രതി ഇപ്പോൾ വിയ്യൂർ ജില്ലാ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന ഞായർ ആചരിക്കും. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനാ തിരുകർമ്മങ്ങൾ നടക്കും. ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന പെരുന്നാളായി ആചരിക്കുന്നത്. യേശുക്രിസ്തു കഴുതപ്പുറത്ത് ജെറൂസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ഞായർ ആചരിക്കുന്നത്. ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും വ്യാകുലമാത ബസലിക്കയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാണിയംപാറയിൽ കാൽനട യാത്രക്കാരെ കള്ളുകയറ്റി കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാനിടിച്ച് ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 2 പേർ മരിച്ചു. വാണിയംപാറ സ്വദേശികളായ ഫോറസ്റ്റ് വാച്ചർ 50 വയസ്സുള്ള രാജു, കാവനമറ്റത്തിൽ 59 വയസ്സുള്ള ജോണി എന്നിവരാണ് മരിച്ചത്. ജോണി ഇലക്ട്രീഷ്യനാണ്. സമീപത്തെ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ശേഷം ദേശീയപാതയുടെ അരികിലൂടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോഴാണ് അപകടം. പാലക്കാട് നിന്ന് അമിത വേഗതയിൽ വന്ന പിക്കപ്പ് വാൻ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാർ സ്ഥലത്തെത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പീച്ചി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി സെന്ററിൽ പെട്ടി ഓട്ടോറിക്ഷയിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ പുറകിലൂടെ വന്ന പെട്ടി ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡേവിസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയാണ് ഇടിച്ചത്. ഗുരുവായൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 പേർക്ക് പരിക്കേറ്റു. മമ്മിയൂർ ആൽത്തറ പുത്തൻപള്ളി റോഡ് അപകടപാതയാകുന്നു. താമരയൂരിൽ ദേവസ്വം ക്വാർട്ടേഴ്സിന് മുന്നിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. താമരയൂർ ചെങ്ങമനാട് ഗോകുൽ, കാവീട് വടക്കുംപാട്ട് സിദ്ധാർത്ഥൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂരിൽ നിന്ന് തമ്പുരാൻപടി ഭാഗത്തേക്ക് പോയിരുന്ന സിദ്ധാർത്ഥന്റെ സ്കൂട്ടറിൽ എതിരെ വന്ന ബൈക്ക് തട്ടി നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ ഗോകുലിനെ കോട്ടപ്പടി ലൈഫ് കെയർ പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമ്പുരാൻപടിയിൽ കാറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വടക്കേക്കാട് പെരിങ്ങാട്ട് അഖിലിനാണ് പരിക്കേറ്റത്. കാറിനടിയിലകപ്പെട്ട അഖിലിനെ നാട്ടുകാർ വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിന് സമീപം കാറിടിച്ച് വഴിയോര കച്ചവടക്കാരനും കാൽനട യാത്രികനും പരിക്കേറ്റിരുന്നു. റോഡരികിൽ ചെരുപ്പ് കച്ചവടം നടത്തുന്ന എടക്കഴിയൂർ സ്വദേശി ചെങ്ങശ്ശേരി മുഹമ്മദ് സിദ്ദിഖ്, കാൽനട യാത്രികൻ തമ്പുരാൻപടി ഓവാട്ട് വേലായുധൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സിദ്ദിഖിനെ വലിച്ചിഴച്ച കാർ 30 മീറ്ററോളം അകലെയുള്ള വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. സിദ്ദിഖിന്റെ ദേഹത്തുകൂടി ഇരുമ്പ് കമ്പി തുളച്ചുകയറി. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ലോറിയിൽ നിന്ന് കെമിക്കൽ കലർന്ന മണ്ണ് ദേശീയപാതയിലേക്ക് ചോർന്നു. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽ നിന്ന് ഒഴിവായത് തലനാരിഴയ്ക്ക്. കൊച്ചിയിലെ FACTയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയ മണ്ണാണ് റോഡിലേക്ക് ഒഴുകിയത്. മഴ പെയ്തതോടെ വെള്ളമിറങ്ങി ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ നിന്ന് മണ്ണ് ഒലിച്ചിറങ്ങുകയായിരുന്നു. റോഡിൽ പരന്ന മണ്ണിൽ കയറിയ ഇരുചക്രവാഹനങ്ങൾ നിയന്ത്രണം വിട്ടെങ്കിലും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഒഴിവായത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ച് റോഡ് വൃത്തിയാക്കി. ഇതിനിടെ പാതയോരത്തേക്ക് ലോറി മാറ്റിയിടാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ തയ്യാറായില്ല. തുടർന്ന് പുതുക്കാട് പോലീസ് എത്തിയാണ് ലോറി മാറ്റിയിട്ടത്. ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വടക്കാഞ്ചേരി പഴയ കുറാഞ്ചേരി സെന്ററിൽ മിനി ബസും കാറും കൂട്ടിയിടിച്ചു. പാർലിക്കാട് ഭാഗത്തുനിന്നും അത്താണി ഭാഗത്തേക്ക് തിരിയുകയായിരുന്ന കാറും ആര്യമ്പാടം ഭാഗത്തുനിന്ന് കുറാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഒരു വശവും ബസിന്റെ മുൻഭാഗവും ഭാഗികമായി തകർന്നു. മൈസൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്.
മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇരുചക്രവാഹന യാത്രികരായ മതിൽമൂല തേർവീട്ടിൽ രമേശ്, പനങ്ങാട് ചിറയിൽ വിവേക് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കടങ്ങോട് മൂക്കിലപീടികയ്ക്ക് സമീപം ഓട്ടോറിക്ഷയിൽ ഗുഡ്സ് വണ്ടി ഇടിച്ച അപകടം. ഓട്ടോറിക്ഷയിൽ നിന്ന് ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. മൂക്കിലപീടിക കയറ്റത്തിലാണ് അപകടമുണ്ടായത്. പഴഞ്ഞി അയ്നൂരിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന CNG ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ഗുഡ്സ് വാഹനം ഇടിക്കുകയായിരുന്നു. ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് ദിശ മാറി സഞ്ചരിച്ചതാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അയ്നൂർ കിഴക്കൂട്ട് വീട്ടിൽ ജയന് പരിക്കേറ്റു. ഇയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സും എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പരസ്പരം കുരുങ്ങിക്കിടന്നിരുന്ന വാഹനങ്ങൾ തള്ളിമാറ്റിയ ശേഷമാണ് ഫയർഫോഴ്സ് ഗ്യാസ് ചോർച്ച അടച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ V. കണ്ണദാസ്, P. പവിത്രൻ, S. വിപിൻ, M. റഫീഖ്, ഗോഡ്സൺ ആൽബർട്ട്, വിഷ്ണുദാസ്, പോലീസ് ഓഫീസർമാരായ അജി പനക്കൽ, അഭിലാഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മാള കുഴൂരിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് മന്ത്രി R. ബിന്ദു കുട്ടിയുടെ വീട് സന്ദർശിച്ചു. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും തലവന്മാരുടെ ചിത്രങ്ങളുമായി എയർപോർട്ട് മാർച്ച് നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നവരെ സംരക്ഷിക്കുകയാണ് സർക്കാരെന്നും പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുകയാണെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ കേസെടുക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ബോധപൂർവം കേരളത്തിൽ കലാപം ഉണ്ടാക്കാനാണ് ഹമാസ് തലവന്റെയും അതുപോലെ ബ്രദർഹുഡ് തലവന്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി അവർ എയർപോർട്ടിലേക്ക് പോയത്. അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് CPM-ഉം സർക്കാരും എടുക്കുന്നത്. പ്രതിപക്ഷവും അതിനെ കൂട്ടുനിൽക്കുക. 3ാം തവണയൊന്നും കിട്ടാൻ പോകില്ലെന്ന്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്തടിസ്ഥാനത്തിലാണ് 3ാം തവണ കിട്ടാൻ പോകുന്നത്? അതൊക്കെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇപ്പോഴേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവും. നിരോധിത തീവ്രവാദ സംഘടനകളുടെ തലവന്മാരുടെ ചിത്രങ്ങളുമായുള്ള എയർപോർട്ട് മാർച്ചിനെ സമസ്ത പോലുള്ള ചില മുസ്ലിം സംഘടനകൾ പോലും എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കേരള സർക്കാരും പ്രതിപക്ഷവും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പാലക്കാട് BJP പരിപാടിയിൽ പ്രകോപനമുണ്ടാക്കിയ ആളുകൾ തിരിച്ചങ്ങോട്ട് പ്രകോപനം പാടില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാ ജനാധിപത്യ മര്യാദയും ലംഘിച്ചാണ് ഭരണകക്ഷിയുടെയും കോൺഗ്രസിന്റെയും യുവജന സംഘടനകൾ പാലക്കാട് BJP പരിപാടിയിൽ അക്രമപ്പേക്കൂത്തുകൾ കാണിച്ചത്. സ്വാഭാവികമായും അതിന് പ്രതികരണമുണ്ടാകും. മുൻപ് BJP ആസ്ഥാനത്തേക്കും KPCC ആസ്ഥാനത്തേക്കും പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ BJP സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. BJPക്ക് എല്ലാ കാലത്തും ഒരേ നിലപാടാണ്. അതേസമയം CPM ഓരോ കാലത്തും ഓരോ നിലപാടുകളാണ് എടുക്കാറ്. RSSന്റെ നാവാണെന്നാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത്. BJP ഒരു കാലത്തും സമുദായ നേതാക്കളെ ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരോടും ബഹുമാനത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ പിണറായിക്ക് 3ാം ഊഴം ഒരിക്കലും ഉണ്ടാകില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. BJP സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കർ സമ്മാൻ അഭിയാൻ BJP ജില്ലാ ആസ്ഥാനമായ നമോ ഭവനിൽ സംഘടിപ്പിച്ചു. രാജ്യത്ത് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയ ഒരു മഹാരഥനാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ച BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഭാരതരത്നം നേടിയപ്പോൾ ബാബാ സാഹിബ് അംബേദ്കർക്ക് ഒരു കാലത്തും ഭാരതരത്നം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. വർഗീയ പ്രീണനത്തോടും കോൺഗ്രസിന്റെ ദേശവിരുദ്ധ മനോഭാവത്തോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിരുന്ന അംബേദ്കറിന്റെ പേര് ദളിത് സമൂഹത്തിന്റെ വോട്ട് ബാങ്കിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കർണാടക മുൻ വിദ്യാഭ്യാസ മന്ത്രി ക്ലാസ് നയിച്ചു. BJP സംസ്ഥാന സെക്രട്ടറിമാരായ പന്തളം പ്രതാപൻ, A. നാഗേഷ്, സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. കിഴക്കേ നടയിൽ ബാങ്കിന്റെ ഭണ്ഡാരത്തിനു മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് ടെമ്പിൾ പോലീസ് കേസെടുത്തത്. നേരത്തെ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റു ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു. ഈ സംഭവം ഹൈക്കോടതിയിലെത്തിയതിനെ തുടർന്ന് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസിന് സമീപത്തെ തണ്ണീർത്തടം മാലിന്യം കൊണ്ടുവന്ന് നികത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടകണ്ടത്ത്, കോൺഗ്രസ് നേതാവ് സജീവൻ കുരിയച്ചിറ, ശശി പോട്ടയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. തൃശൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച മാലിന്യം കൊണ്ടുവന്നാണ് തണ്ണീർത്തടവും സോണൽ ഓഫീസിന് സമീപത്തെ കോമ്പൌണ്ടും നികത്തുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില 70,000 കടന്നു. പവന് 200 രൂപ കൂടി 70,160 രൂപയായി. 3 ദിവസത്തിനിടെ 3,840 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണം ലഭിക്കാൻ 8,770 രൂപയാണ് നിലവിൽ നൽകേണ്ടത്. US ചൈന വ്യാപാര യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര സ്വർണ്ണവില റെക്കോർഡ് തകർത്ത് കുതിക്കുകയാണ്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. മലയാള അധ്യാപക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മലയാള ഭാഷ സൃഷ്ടിച്ച സമാനതകളില്ലാത്ത വിധത്തിലുള്ള കരുത്താണ് കേരള സംസ്കാരത്തെ സമ്പന്നമാക്കിയതെന്നും മലയാളം ധാരാളമായി വായിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. മലയാള അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് CB ജിഷ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK ഫിലിപ്പ്, സംസ്ഥാന സമിതി അംഗങ്ങളായ സുമ C ആന്റോ, A അക്ഷര മോഹൻ, AKSTU ജില്ലാ സെക്രട്ടറി CV സ്വപ്ന, KPSTA ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പാറപ്പുറത്ത്, NTU ജില്ലാ സെക്രട്ടറി VU ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കംബോഡിയൻ സൈബർ തട്ടിപ്പ് സംഘത്തിലെ 2 പേരെ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. മലപ്പുറം സ്വദേശികളായ ചെമ്പകത്തിനാൽ വീട്ടിൽ അഞ്ജു ബാബു, പൊട്ടാരത്ത് വീട്ടിൽ മുഹമ്മദ് ഹാഷിഖ് എന്നിവരെയാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ വെച്ച് തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ വർഷം മെയ് 17-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാട്രിമോണിയിലൂടെ പരിചയപ്പെട്ട് ക്രിപ്റ്റോ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനം നൽകി തൃശൂർ സ്വദേശിയിൽ നിന്ന് 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. AISF ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. അഖില കേരള എഴുത്തച്ഛൻ സ്മാരക സമാജം ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. AISF സംസ്ഥാന സെക്രട്ടറി P കബീർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് B സുമേഷ്, AISF ജില്ലാ പ്രസിഡന്റ് അഖിലേഷ്, ജില്ലാ സെക്രട്ടറി അർജുൻ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. 15 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി 130 പ്രതിനിധികളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സ്വരാജ് റൌണ്ട് ചുറ്റി EMS സ്ക്വയറിൽ സമാപിച്ച മാർച്ചിൽ 100 ആളുകൾ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, സെക്രട്ടറി CV മുസ്തഫ സഖാഫി, സംഘാടക സമിതി കൺവീനർ ഷമീർ എറിയാട്, കോർഡിനേറ്റർ റാഫിസ് സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിലേക്ക് വിമാനം കയറ്റിവിട്ടാരെ അഭയാർത്ഥികളായി പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രിയാണ് EDയെ കാണിച്ച് ഇന്ത്യൻ ടാക്സിനെ കാണിച്ച്. വിഷുവിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. വിഷുവിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പിടി നല്ല ഗാനങ്ങളുണ്ട് മലയാളത്തിൽ. കാലം ചെല്ലുന്തോറും ഇമ്പമേറുന്ന വിഷുപ്പാട്ടുകളിലേക്ക്. കണി കാണും നേരം എന്ന ഗാനം തന്നെയാണ് സിനിമകളിലെ വിഷുപ്പാട്ടുകളിൽ ഏറെ ശ്രദ്ധേയമായത്.
1964 പുറത്തിറങ്ങിയ ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് പി ലീലയും രേണുകയുമാണ്. വയലാർ രാമവർമ്മ രചിച്ച് പി സുശീല ആലപിച്ച ചെത്തി മന്ദാരം തുളസി എന്ന ഗാനം വിഷുപ്പാട്ടുകളിൽ മുൻനിരയിലുണ്ട്. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷു കൈനീട്ടം. സുജാത പാടിയ ഗാനം ഏറെ മനോഹരം. മേടമാസപ്പുലരി കായലിൽ എന്ന ഗാനവും ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ എന്ന ഗാനവും വിഷുസ്മരണകൾ ഉണർത്തുന്നതാണ്. അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ച കൊന്നപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം വിഷുപ്പാട്ടുകളിൽ ശ്രദ്ധേയമാണ്. ദേവാസുരത്തിലെ മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി എന്ന ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പുത്തഞ്ചേരിയുടെ തന്നെ വിഷുസ്മൃതി ഉണർത്തുന്ന വരികൾ നന്ദനം എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ഏറെ ചന്തമുള്ളതാണ്. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കണിക്കൊന്ന പോലെ സുന്ദരം. പാടുന്നു വിഷുപക്ഷികൾ മെല്ലെ മേടസംക്രമസന്ധ്യയിൽ. കനിയും കണിക്കൊന്നയും കൈനീട്ടവും നിറഞ്ഞ ഒട്ടേറെ പാട്ടുകളാൽ സമ്പന്നമാണ് വിഷുക്കാലം. ഏത് ദുസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും എന്നെഴുതിയത് വൈലോപ്പിള്ളിയാണ്. പൊൻകണി പകരുന്ന പ്രതീക്ഷ പോലെ മനസ്സിൽ മധുരമായി നിറയട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയുള്ള വിഷുപ്പാട്ടുകളും. കൾച്ചറൽ ഡെസ്ക് TCV. വിഷുവിനെ വരവേൽക്കാൻ വസ്ത്രവിപണി ഒരുങ്ങുമ്പോൾ തന്റേതായ കരവിരുതിൽ വസ്ത്രങ്ങൾ ഒരുക്കുകയാണ് ചെറുതുരുത്തി സ്വദേശിയായ യുവതി. ചെറുതുരുത്തി സ്വദേശിനി അഞ്ജിത സ്വന്തം കൈപ്പട കൊണ്ട് ചിത്രങ്ങൾ ഒരുക്കിയാണ് വസ്ത്രവിപണിയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയത്. കുത്താമ്പുള്ളിയിൽ നിന്നും കൈത്തറി സെറ്റ് സാരികൾ കൊണ്ടുവന്ന് കണിക്കൊന്നയുടെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും അടങ്ങുന്ന ഛായാചിത്രങ്ങൾ ഫാബ്രിക് പെയിന്റിംഗ് സാരിയിൽ വരച്ചാണ് അഞ്ജിത വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ ഒരുക്കുന്നത്. കഥകളിയുടെയും തെയ്യത്തിന്റെയും ആലിലെ കൃഷ്ണനും എല്ലാം ഈ വസ്ത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സാരികൾ വിപണിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും സ്വന്തം കൈപ്പടയിൽ ഒരുക്കിയ ചിത്രങ്ങളോടുള്ള സാരികൾ വാങ്ങുന്നതിനായി നിരവധി പേരാണ് തന്നെ സമീപിക്കുന്നതെന്ന് അഞ്ജിത പറയുന്നു. ചിത്രകാരിയായ അഞ്ജിത ചുമർ ചിത്രത്തിലും പഠനം നടത്തുകയാണ്. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ അഞ്ജിത കവിയത്രി കൂടിയാണ്. നിരവധി അവാർഡുകളും അഞ്ജിതയെ തേടി എത്തിയിട്ടുണ്ട്. ചെറുതുരുത്തി സ്വദേശി കൃഷ്ണകുമാർ പൊതുവാളിന്റെയും ഗീതയുടെ മകളാണ് അഞ്ജിത. TCV ചെറുതുരുത്തി. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി തിരുവില്ലാമലയിലെ ചരിത്രപ്രസിദ്ധമായ നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളി. ഓരോ വിശേഷങ്ങൾക്കും പല വിധത്തിലുള്ള പല ഡിസൈനിലുള്ള തുണിത്തരങ്ങൾ കൈത്തറിയിൽ നെയ്തെടുത്ത് ശ്രദ്ധേയമാവുകയാണ് കുത്താമ്പുള്ളി. വിഷു വന്നെത്തിയതോടെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകളാണ് കുത്താമ്പുള്ളിയിലെ നെയ്ത്ത് ഗ്രാമത്തെ അന്വേഷിച്ചെത്തുന്നത്. കൊന്നപ്പൂവിന്റെ ഡിസൈനുകൾ നൽകിയ സാരികളും സെറ്റ് മുണ്ടുകൾക്കും ഷർട്ടുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. പല സ്ഥാപനങ്ങളും ഓൺലൈനായി വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വീട്ടമ്മമാരാണ് കുത്താമ്പുള്ളിയിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നത്. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്നാഗ്രഹിച്ച സ്വപ്നഭവനം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് കൈപ്പമംഗലം സ്വദേശിനി ഷൈനി എന്ന വീട്ടമ്മ. ചിന്ത്രാപിന്നി ചിറക്കൽ മഹല്ല മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് വിഷു കൈനീട്ടമായി ബൈത്തുന്നൂർ ഭവനം നിർമ്മിച്ചു നൽകിയത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിനാകെ മാതൃകയായ ചിന്ത്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 9ാമത്തെ വീടാണ് ഷൈനിക്ക് വിഷുക്കൈനീട്ടമായി ലഭിച്ചത്. 2 പെൺമക്കളടങ്ങുന്ന നിർധന കുടുംബമായിരുന്നു ഷൈനിയുടേത്. ഭർത്താവ് സുധാകരൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ വീട്ടിൽ ഷൈനി തനിച്ചായി. കാറ്റിലും മഴയിലും വീടിന്റെ ഓരോ ഭാഗം തകർന്നു വീഴുമ്പോഴും യാതൊരു പരിഭവങ്ങളുമില്ലാതെ ഷൈനി വീടിന് കാവലിരുന്നു.
ഇക്കഴിഞ്ഞ മഴയിൽ വീടിന്റെ ഒരു മുറിയൊഴികെ ബാക്കി ഭാഗം നിലംപൊത്തി. അതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും അയൽവാസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലായി. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും നീണ്ട കാത്തിരിപ്പായിരുന്നു ഫലം. ഇതിനിടയിലാണ് ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിക്ക് ഷൈനി അപേക്ഷ സമർപ്പിക്കുന്നത്. ഷൈനിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യവും ഷൈനിയെ തേടിയെത്തി. ഈ തുക കൂടി ഉൾപ്പെടുത്തിയാണ് കോർഡിനേഷൻ കമ്മിറ്റി പുതിയ വീട് ഷൈനിക്ക് നിർമ്മിച്ചു നൽകിയത്. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും അസുഖവും അങ്ങനെയൊക്കെ ആയിട്ട്, എന്നാലും വീട് എനിക്ക് ഇത് കിട്ടിയാൽ എനിക്ക് നന്ദി അവരോട് തന്നെ, ഇവരോടും ദൈവത്തോടും. നമ്മളെ 8ാമത്തെ വീട് പണി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷൈനി ചേച്ചിയുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പം തന്നെ നമ്മൾ ആ ആപ്ലിക്കേഷൻ പരിഗണിക്കുകയും 9ാമത്തെ വീട് ഷൈനി ചേച്ചിക്കായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇ ടി ടൈസൺ MLA വീടിന്റെ താക്കോൽ ഷൈനിക്ക് കൈമാറി. ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്തറ അധ്യക്ഷനായി. മജ്ലിസുന്നൂർ അമീർ ഹാഫിൾ, ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ചിറക്കൽ മഹൽ പ്രസിഡന്റ് മുഹമ്മദ് മാണിയത്ത്, സെക്രട്ടറി യൂസഫ് അന്താരത്തറ, ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പുതിയ വീട്ടിൽ, പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുറഹ്മാൻ, സിറാജ് വലിയകത്ത്, മൂസാൻ പള്ളിപ്പറമ്പിൽ, ഹനീഫ ചുങ്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. TCV കയ്പമംഗലം. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മധ്യകേരളത്തിലെ ഭൗതിക മുഖവും സാംസ്കാരിക കേരളത്തിന്റെ സജീവ സാന്നിധ്യം കൂടിയായിരുന്നു അഡ്വക്കേറ്റ് കെ മാധവനുണ്ണിയെന്ന മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ. അഡ്വക്കേറ്റ് പി മാധവനുണ്ണി അനുസ്മരണവും വിഷു കൈനീട്ടവും വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്വൈത സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സ്വസ്ഥ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വി രാമദാസ് മേനോൻ അധ്യക്ഷത വഹിച്ചു. KV ശ്രീധരൻ, കെ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, TK ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക രംഗത്തുള്ളവരുമായുള്ള ചർച്ചയുടെ സംഘാടക സമിതി രൂപീകരണം നടന്നു. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഇറിഡിയം ലോഹത്തിന്റെ ബിസിനസ് ചെയ്ത് പണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 31,000 രൂപ വാങ്ങി പണം തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശി പാപ്പുള്ളി വീട്ടിൽ ഹരിദാസൻ, താണിശ്ശേരി സ്വദേശി മണമ്പുറയ്ക്കൽ വീട്ടിൽ ജിഷ, മാപ്രാണം സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രസീത സുരേഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഷി, ASI ഉമേഷ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ഷൊർണൂർ റോഡിൽ തിരുവമ്പാടി ക്ഷേത്രത്തിന് മുൻവശത്ത് കേബിളിടാൻ എടുത്ത കുഴി ഗതാഗത കുരുക്കിനിടയാക്കുന്നു. അവധിക്കാലമായതോടെ തൃശൂർ നഗരത്തിൽ പൊതുവെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ഇതിനിടയിലാണ് കേബിളിടാൻ എടുത്ത വലിയ കുഴി രൂക്ഷമായ ഗതാഗത കുരുക്കിനിടയാക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരും ഇതുമൂലം കുരുക്കിൽ അകപ്പെടുകയാണ്. വിഷുദിനത്തിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായേക്കും. അന്യായമായ പാചകവാതക പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ച് CPM ചേറ്റുപുഴ സെന്റർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം OK രാജീവ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് അംഗം പോൾസൺ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി AV രാജേഷ്, കർഷക തൊഴിലാളി ഒളരി മേഖലാ ട്രഷറർ ഷാബു ചേറ്റുപുഴ, PR ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,770 രൂപ, പവന് 70,160 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,238 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്.
ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനമുത്തശ്ശി നന്ദിനി ചെരിഞ്ഞു. പാദരോഗം മൂർച്ഛിച്ച് തളർന്നു വീണ് 1 മാസത്തിലധികമായി കിടപ്പിലായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സംഭവം നടന്ന 58ാം ദിവസമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചത്. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന ഞായർ ആചരിക്കും. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ദേശീയപാത വാണിയംപാറയിൽ പിക്കപ്പ് വാൻ പാഞ്ഞുകയറി കാൽനട യാത്രക്കാർക്ക് ദാരുണാന്ത്യം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ പെട്ടി ഓട്ടോറിക്ഷയിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.